എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എപ്പോഴും നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടുന്നതെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, അതിനേക്കാളൊക്കെ വലുതായി നമ്മുടെ ചിന്തകൾ അതെങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നതിനെക്കുറിച്ചാണ്. ശരിക്കും ആഴത്തിലുള്ളൊരു രഹസ്യം തന്നെയാണിത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് പണത്തിനെക്കുറിച്ചേ അല്ല, ശരിക്കും നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിലാണ് കാര്യം. $1 മില്യൺ ഉണ്ടാക്കുക എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു റിസൾട്ട് മാത്രമാണ്. എന്തിന്റെ റിസൾട്ടാണെന്നോ? നിങ്ങൾ അസാധാരണമായ അച്ചടക്കവും ധൈര്യവുമുള്ള ഒരാളായി മാറുമ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റായി വരുന്ന ഒന്നാണ് ആ പണം. അപ്പോ നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ്. ആദ്യം പണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മനസ്സിനെ ഒരു മാഗ്നറ്റാക്കി മാറ്റുന്നതെങ്ങനെയെന്ന് നോക്കും. അവസാനം നമ്മുടെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു കഴിവില്ലേ, അതെങ്ങനെ പുറത്തെടുക്കാമെന്നും നമ്മൾ കാണും. അപ്പോ ശരിക്കും എന്തിനാ ഈ $1 മില്യൺ എന്നൊക്കെ ലക്ഷ്യം വെക്കുന്നത്? അത് പണത്തിനു വേണ്ടി മാത്രമാണോ? അല്ല. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയില്ലേ, അത് നിങ്ങളെ ആരായി മാറ്റുന്നു എന്നതിലാണ് യഥാർത്ഥ കാര്യം. നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടെ ആഴത്തിലൊന്ന് നോക്കാം. വലിയ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒരു മല കയറുന്നത് പോലെയാണ്, ശരിയല്ലേ? ആ മുകളിലെത്തണമെങ്കിൽ ഭയങ്കരമായ അച്ചടക്കം വേണം, കൊടുത്ത വാക്ക് പാലിക്കണം, മറ്റുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ പണിയെടുക്കാൻ റെഡിയാവണം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു യാത്രയാണ്, നിങ്ങളെ സ്വഭാവത്തെ മൊത്തത്തിൽ മാറ്റുന്നൊരു യാത്ര. ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇടതുവശത്ത് കാണുന്നതോ പ്രശ്നങ്ങൾ നമ്മളെ ഭരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ വലതുവശത്തോ നമ്മൾ പ്രശ്നങ്ങളെ നേരിടാൻ റെഡിയായി നിൽക്കാണ്. കണ്ടോ? സമ്പത്തെന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മാന്ത്രിക വടിയൊന്നുമല്ല, പക്ഷേ അതിനെ നേരിടാനുള്ള ഒരു ശക്തി, അതിനുള്ള അവസരങ്ങൾ, അതൊക്കെ നമുക്ക് തരും. ദാരിദ്ര്യത്തിൽ ഒരു മഹത്വവും ഇല്ല, പക്ഷേ ശക്തിയുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം വരും. അപ്പോ ഈ പറയുന്ന ഗുണങ്ങളില്ലേ, അച്ചടക്കം, നല്ല ബന്ധങ്ങൾ, പിന്നെ കഠിനാധ്വാനം, ഇതൊന്നും വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊക്കെ നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റും. അങ്ങനെയുള്ള ഒരാളിലേക്ക് വിജയം താനെ ആകർഷിക്കപ്പെടും, ശരിക്കും ഒരു കാന്തം പോലെ. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ ഇതിന്റെയൊക്കെ കാതലായ ഭാഗത്തേക്ക് വരുന്നത്. നിങ്ങളുടെ മനസ്സ് അതൊരിക്കലും വെറുതെയിരിക്കുന്ന ഒരു കാഴ്ചക്കാരനല്ല, അതൊരു പവർഫുൾ മാഗ്നറ്റാണ്, ഒരു കാന്തം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, എന്ത് വിശ്വസിക്കുന്നോ, അതിനെ അത് നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കും. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു പുസ്തകമാണത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്നോ? വളരെ സിമ്പിളാണ്. നമ്മുടെ ചിന്തകൾ വെറും ചിന്തകളല്ല, അതിന് ശരിക്കുമുള്ള ഒരു രൂപം കൈവരിക്കാൻ, അതായത് യാഥാർത്ഥ്യമാകാൻ കഴിയും. ഈ വാക്കുകള് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഒരേ ഒരു ലിമിറ്റ്, ഒരേ ഒരു പരിധി എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ 100% വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നേടാനുള്ള വഴിയും മുന്നിൽ തെളിഞ്ഞുവരും. അത്രയുള്ളൂ. ഈ ഒരു ചിത്രം മനസ്സിലങ്ങ് പതിപ്പിച്ചേക്ക്. നമ്മൾ വിജയത്തിന്റെ പുറകെ ഓടുകയല്ല വേണ്ടത്, നേരെ മറിച്ച് വിജയം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അങ്ങനത്തെ ഒരാളായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ചിന്തകളും ആറ്റിറ്റ്യൂഡും മാറുമ്പോൾ ചുറ്റുമുള്ള ലോകം തന്നെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ ആകർഷണം, അതായത് ഈ അട്രാക്ഷൻ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെറുതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇതിന് പിന്നില് വ്യക്തമായ ഒരു നിയമമുണ്ട്. അതാണ് ആകർഷണ നിയമം, അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ ആകർഷണ നിയമത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അതായത് സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ നല്ല ഹാപ്പിയായി പോസിറ്റീവായിരിക്കുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോഴോ കൂടുതൽ പ്രശ്നങ്ങളും വരും. കാരണം സിമ്പിളാണ്, നിങ്ങൾ ഒരു കാന്തമാണ്. ഇതിനെ നമുക്കൊരു റേഡിയോ സ്റ്റേഷനായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കാം. സമ്പത്തും വിജയവും ഒക്കെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേഷൻ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ റേഡിയോ, അതായത് നമ്മുടെ മനസ്സ് ആ ഫ്രീക്വൻസിയിലേക്ക് കൃത്യമായി ട്യൂൺ ചെയ്യണം. ദാരിദ്ര്യത്തെയും ഇല്ലായ്മയും പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് സമൃദ്ധിയുടെ ആ ഒരു ഫ്രീക്വൻസി പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ആകർഷണ നിയമത്തിന്റെ മുഴുവൻ ശക്തിയും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കയ്യിൽ പിടിക്കാനും പറ്റും. നിങ്ങളുടെ ലക്ഷ്യം അത് മനസ്സിൽ അത്രയും ക്ലിയറായിട്ട് കാണാൻ കഴിയണം. അതിന്റെ നിറം, രൂപം, അത് കിട്ടുമ്പോഴുള്ള ഫീൽ, എല്ലാം ഭാവനയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ എങ്ങനെയാ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക?
അതാണ് ചോദ്യം. വെറും തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഐൻസ്റ്റൈൻ പോലും ഇതിന്റെ പവർ മനസ്സിലാക്കിയിരുന്നു. ഭാവന എന്ന് പറയുന്നത് വെറും കുട്ടിക്കളിയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ട്രെയിലർ കാണുന്നത് പോലെയാണ്. സത്യം പറഞ്ഞാല് നമ്മുടെ ജീവിതമെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മൾ തന്നെയാണ്, നമ്മുടെ ഭാവനയാണ്. അപ്പോ ഈ 4 സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. 1, നിങ്ങൾക്ക് വേണ്ടതെന്താണോ അത് നല്ല ക്ലിയറായിട്ട് മനസ്സിൽ കാണുക. 2, ആ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കുമോ അതുപോലെ ഇന്നു മുതൽ പെരുമാറിത്തുടങ്ങുക. 3, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പരാതിപ്പെടുന്നതിന് പകരം അത് കിട്ടിയതായി സങ്കൽപ്പിച്ച് നന്ദി പറയുക. 4, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുക. അത് നിങ്ങളുടെ വിശ്വാസം കൂട്ടും. ഇവിടെയാണ് മിക്കവർക്കും തെറ്റുപറ്റുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന ചോദ്യത്തില് നമ്മൾ സ്റ്റെക്കായി പോകും. പക്ഷേ ലിസൺ, എങ്ങനെ എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പണിയല്ല. നമ്മുടെ പണി എന്താന്നോ? വ്യക്തമായി ചോദിക്കുക, അത് കിട്ടുമെന്ന് 100% വിശ്വസിക്കുക, പിന്നെ അത് സ്വീകരിക്കാൻ റെഡിയായിരിക്കുക. ബാക്കിയുള്ള എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രപഞ്ചം തന്നോളൂ. അപ്പോ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? വെറുതെ കുറെ കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിജയം നേടാനോ വേണ്ടി മാത്രമാണോ? അല്ല. ഇതിന്റെയെല്ലാം യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഭയങ്കരമായ കഴിവിനെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ഈ ഒരു കണക്ക് ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. ഏകദേശം 5%. നമ്മുടെ കഴിവിന്റെ വെറും 5% മാത്രമാണ് നമ്മളിൽ മിക്കവരും ഉപയോഗിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, ബാക്കിയുള്ള ആ 95% കൂടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും? അപ്പോ എന്താണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പേടി? തോറ്റുപോകുമോ എന്നുള്ളതാണോ? അതോ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നാണോ? അല്ല, നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള പേടി അതൊന്നുമല്ല, അത് വേറെ ഒന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്നത് നമുക്ക് കഴിവില്ല എന്നതിനെയല്ല. നമ്മൾ ശരിക്കും പേടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ അളവില്ലാത്ത ശക്തിയെയാണ്. എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ സംശയിക്കും. നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചത്തെയാണ് നമുക്ക് ഏറ്റവും പേടി. നമ്മുടെ കഴിവുകളെ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനവുമില്ല. മറ്റുള്ളവർക്ക് ഒരു കുറച്ചില് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറുതാവുന്നതില് ഒരു മഹത്വവുമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വെളിച്ചം ഫുൾ പവറിൽ പ്രകാശിപ്പിക്കുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവർക്കും അവരുടെ വെളിച്ചം തെളിയിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്കൊരു ഇൻസ്പിരേഷനാവും. ഓർക്കുക, നിങ്ങളുടെ ഭാവന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ട്രെയിലറാണ്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം എന്ന സ്ക്രീനിൽ ഏത് സിനിമ കാണാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ഒരു ട്രാജഡി സിനിമയാണോ? അതോ സമൃദ്ധിയുടെയും വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ബ്ലോക്ക് ബസ്റ്ററാണോ? റിമോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. തിരഞ്ഞെടുപ്പും നിങ്ങളുടേതും മാത്രം. കണ്ടതിന് ഒരുപാട് നന്ദി.